പ്രൈസ് ദി ലോർഡ്. അറിയാലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന് പ്രഭാതമല്ലേ എന്ന പ്രതിദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുയേശുവിൽ നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും ഓരോ മെസ്സേജുകളും എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ഒത്തിരി പേർക്ക് വലിയൊരു ആത്മീയ മുന്നേറ്റത്തിന് കാരണമായി അറിയേണ്ടത് അറിഞ്ഞ് ചെയ്യേണ്ടത് ചെയ്യുവാൻ ഈ മെസ്സേജുകൾ നിങ്ങളെ പ്രാപ്തരാക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. ഒപ്പം ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ മെസ്സേജുകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക, അറിയേണ്ടത് അറിയുക. കാരണം നമ്മളൊരു സ്പിരിച്വൽ വാർഫീൽഡിലാണ്, ഒരാത്മീക യുദ്ധമുഖത്താണ്. നമുക്കിവിടെ പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, പ്രൈസർ ഫാമിലി ഞങ്ങൾക്കൊപ്പമുണ്ട്. മറക്കണ്ട, തിങ്കൾ മുതൽ വ്യാഴം വരെയും ശനിയാഴ്ചയും രാവിലെ 7:30 മുതൽ 8:30 വരുന്ന സമയത്തിനകത്ത് ലൈവുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട വചന സന്ദേശത്തോടൊപ്പം നിങ്ങൾക്ക് ഓരോ ദിവസവും പ്രാർത്ഥിച്ച് ആരംഭിക്കുവാൻ കഴിയും. വൈകുന്നേരം മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഒരുങ്ങുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ മെസ്സേജുകളുടെ ലിങ്കുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. ഈ യുദ്ധമുഖത്ത് അവരും ഒറ്റയ്ക്കാകേണ്ട, നമുക്കൊരുമിച്ച് യുദ്ധം ചെയ്യാം. ഒത്തിരി പേരെ നമുക്കൊപ്പം ചേർത്ത് നിർത്തി നമ്മുടെ സൈന്യത്തെ വിശാലപ്പെടുത്താം. പിശാചിനോടുള്ള യുദ്ധമുഖത്തിൽ നമുക്കൊത്തിരി പേരെ ആവശ്യമുണ്ട്. എനിക്കൊപ്പം നിങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കുവാനും യുദ്ധം ചെയ്യുവാനും ഈ കാലഘട്ടത്തിൽ അനേകരെ നശിപ്പിച്ച് കളയുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളെ തകർക്കുവാനും ജയിക്കുവാനും വേണ്ടി. അപ്പോൾ ഇന്നും അവിധത്തിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു സൂചന തന്നിരുന്നു. പിശാചിൻ്റെ ഒരു തന്ത്രത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു സ്പിരിറ്റിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുവാനായി പോകുന്നത്. വശീകരിക്കപ്പെടുന്ന പലരിലേക്കും വശീകരിക്കപ്പെടുന്ന അവസ്ഥയ്ക്ക് പിന്നിലുള്ള സ്പിരിറ്റ് അഥവാ ആ പൈശാചിക മണ്ഡലം. അപ്പോൾ ഒരു വാക്യം വായിച്ച് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ. ഞാൻ പിന്നെയും പറയട്ടെ, ഇത് രസകരമായി കേട്ടിരിക്കുവാൻ കഴിയുന്ന ഒരു സ്പീച്ചല്ല, മറിച്ച് ഇതൊരു യുദ്ധ തന്ത്രമാണ്. അറിയേണ്ടതറിഞ്ഞ് യുദ്ധം ജയിക്കുവാൻ പടയാളിയെ പ്രാപ്തരാക്കുന്ന യുദ്ധതന്ത്രമാണ് നമ്മൾ തിരിച്ചറിയുക. ഗലാത്യ സഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ വിവിധത്തിൽ പറഞ്ഞിരിക്കുന്നു: ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കാട്ടിയിരിക്കെ. അതുവരെ അവിടെ നിൽക്കട്ടെ. എനിക്ക് പറയുവാനുള്ളത് അടുത്ത ഭാഗത്ത് നിന്നാണ്. നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? നിങ്ങൾ ശ്രദ്ധിക്കണമേ, നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? അർത്ഥാൽ മയക്കുന്ന ക്ഷുദ്ര പ്രയോഗം. അപ്പോൾ പൗലോസ് വേറൊരു കോണ്ടസ്റ്റിലാണ് അതവിടെ പറയുന്നതെങ്കിലും നിങ്ങൾ തർക്കത്തിലേക്ക് പോകാതെ എനിക്ക് പറയുവാനുള്ളത്, ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനാ മുറിക്കകത്ത് കേട്ട ശബ്ദം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ മുൻപോട്ട് നടത്തുന്നതിനനുസരിച്ച് നിങ്ങൾ കേൾക്കുവാൻ ക്ഷമ കാണിക്കുക. ശ്രദ്ധിച്ചാട്ടെ, നോക്കൂ. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാർ. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് അവിടെ പ്രസ്താവിക്കുന്ന ഒരു കാര്യം മയക്കുവാൻ ശേഷിയുള്ള ക്ഷുദ്ര പ്രയോഗത്തെക്കുറിച്ചാണ്. അവിടുത്തെ കോണ്ടസ്റ്റ് എന്താണ്? ഇവർ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയും വീണ്ടെടുപ്പും ആ സന്തോഷവും അനുഭവിക്കുവാൻ അവസരം ലഭിച്ചിട്ടും, അഥവാ ആ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ അവസരം ലഭിച്ചിട്ടും പഴയ ന്യായപ്രമാണത്തിലേക്ക്, പഴയ ന്യായപ്രമാണ ചിന്തകളിലേക്ക് തളച്ചിടപ്പെടുന്നു. ന്യായപ്രമാണത്തിൻ്റെ പഠിപ്പീരുകളിലേക്ക്, ആ ശാപത്തിന് കീഴിൽ തളച്ചിടപ്പെടുന്നു അപ്പോൾ ആ തളച്ചിടപ്പെടലിന് കാരണമായി അപ്പോസ്തലനായ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നത് ക്ഷുദ്രം ചെയ്ത് മയങ്ങിപ്പോകുന്നവരുടെ അവസ്ഥയിലാണ് ഇവർ ആയിരിക്കുന്നത്. മീൻസ് ഇവർ സ്വബോധത്തോടെയല്ല. നിങ്ങൾ തിരിച്ചറിയുക. ഈ ഭാഗം നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ മുൻപോട്ട് നമുക്ക് ഇതേ രീതിയിൽ മുൻപോട്ട് പോകുവാൻ കഴിയത്തുള്ളൂ. ഇവർ സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണ്. ക്രിസ്തുവിലൂടെയുള്ള നിത്യജീവനും ക്രിസ്തുവിലൂടെയുള്ള വിടുതലുകളും ക്രിസ്തു നൽകുന്ന സമാധാനവും സന്തോഷവും സ്വർഗീയ അനുഭവങ്ങളും സ്വായത്തമാക്കിയവരാണ്, അല്ലെങ്കിൽ ഇവർക്ക് ലഭിച്ചതാണ്. എന്നാൽ ക്രിസ്തുവിലൂടെ ലഭിച്ച സന്തോഷങ്ങൾ അനുഭവിക്കുന്ന ആ നിലവാരത്തിൽ നിന്ന് ഇവർ ക്ഷുദ്രത്താൽ മയക്കപ്പെട്ടതുപോലെ, ക്ഷുദ്രം ചെയ്ത് ഒരു വ്യക്തിയെ മയക്കുന്നത് പോലെ ഇവർ പഴയ അധുസ്വാതന്ത്ര്യത്തിൽ, പാരമ്പര്യത്തിൻ്റെ അടിമത്വത്തിൽ, പൗരോഹിത്യത്തിൻ്റെ, പുരോഹിത വൃന്ദത്തിൻ്റെ അടിമത്വത്തിൽ ഇവർ മയങ്ങിക്കിടക്കുന്നു. അർത്ഥാൽ ഇവർ വശീകരിക്കപ്പെട്ടിരിക്കുന്നു. എവിടെ നിന്ന് എവിടേക്ക്?
ക്രിസ്തുവിലൂടെ ഇവർക്ക് വെളിപ്പെട്ട ആ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആ സന്തോഷം അനുഭവിക്കുന്നതിൽ നിന്ന് അടിമത്വത്തിലേക്ക് ഇവർ വശീകരിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, ക്രിസ്തുവിലൂടെ ഇവർക്ക് ലഭിച്ചത് നല്ലതാണ്. ആ പഴയ കാലത്തെക്കാൾ ന്യായപ്രമാണത്തിന് കീഴിൽ മനുഷ്യൻ സഫർ ചെയ്ത ആ സഫറിങ്ങിനേക്കാൾ നല്ലതാണ് ക്രിസ്തുവിലൂടെ ലഭിച്ചത്. നല്ലത് ഒരു വശത്തുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണമേ, നല്ലത് ഒരു വശത്തുണ്ട്. എന്നാൽ ആ നല്ലത് അനുഭവിച്ച് മുന്നേറുവാൻ കഴിയാതെ ഇവർ മയങ്ങി. ഇവരെ മയക്കി പഴയ ന്യായപ്രമാണത്തിന് കീഴിൽ അടിമകളായി പിന്നെയും തളച്ചിട്ടു. ഇത് തന്നെയാണ് വശീകരണത്തിലും സംഭവിക്കുന്നത്. അപ്പോൾ അപ്പോസ്തലൻ പൗലോസ് അവിടെ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. ഇനി ഇതെങ്ങനെ ക്ഷുദ്രപ്രയോഗത്തെ തുടർന്ന് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എങ്ങനെ വെളിപ്പെടുന്നു? നോക്കൂ, ഒരു മനുഷ്യൻ അവൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവൻ ജീവിക്കേണ്ട ഒരു നിലവാരമുണ്ട്. യെസ്, റൈറ്റ്. ഇത് കുറച്ച് ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. എങ്കിലും ആ ഉദാഹരണങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളൊക്കെ ജീവിക്കേണ്ട ഒരു നിലവാരമുണ്ട്, നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയാം. ആ സ്റ്റാൻഡേർഡിൽ ജീവിക്കുവാൻ അനുവദിക്കാത്ത വിധത്തിൽ ക്ഷുദ്രപ്രയോഗത്തിലൂടെ നമ്മെ മയക്കി, നമ്മെ വശീകരിച്ച്, നമ്മൾ ഒരിക്കലും ആയിരിക്കുവാൻ പാടില്ലാത്ത ഇടങ്ങളിലേക്ക്, പാടില്ലാത്ത ഇഷ്ടങ്ങളിലേക്ക്, പാടില്ലാത്ത സാഹചര്യങ്ങളിലേക്ക് നമ്മെ വലിച്ചു കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ ആ സാഹചര്യങ്ങൾക്ക്, ആ വ്യക്തികൾക്ക് നമ്മെ അടിമകളാക്കി തീർക്കുന്നു, നമ്മെ അടിമപ്പെടുത്തുന്നു. ഇതാണ് ക്ഷുദ്രപ്രയോഗത്തെ തുടർന്ന് സംഭവിക്കുന്നത്. വശീകരിക്കപ്പെടുന്നു. ഏതെങ്കിലും സാഹചര്യത്തിലേക്ക്, ഏതെങ്കിലും വ്യക്തികളിലേക്ക്, ഏതെങ്കിലും അനുഭവങ്ങളിലേക്ക് അവൻ ഒരു മനുഷ്യനെ വശീകരിക്കുന്നു. എങ്ങനെ? അവനെ മയക്കി, അവൻ്റെ സ്വബോധത്തെ നഷ്ടപ്പെടുത്തി, അവൻ്റെ ബോധത്തെ, അവൻ്റെ ബുദ്ധിയെ, അറിവിനെ കെട്ടി അവനെ വലിച്ചു കൊണ്ടുപോകുന്നു. ഇനി നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കണമേ. പലപ്പോഴും നിങ്ങൾ പറയാറില്ലേ, എൻ്റെ കുഞ്ഞിന് ഇതെന്ത് പറ്റി? അവൻ ബുദ്ധിയുള്ള കുഞ്ഞാണ്, അറിവുള്ള കുഞ്ഞാണ്, എല്ലാ കാര്യങ്ങൾ നല്ലതുപോലെ തിരിച്ചറിയുവാൻ പക്വത ഉള്ളവനാണ്. എന്നെക്കാളും എൻ്റെ ഭർത്താവിനെക്കാളും ഞങ്ങളുടെ കുടുംബത്തിൽ ഇതുപോലെ കാര്യങ്ങളെ വിവേചിച്ചറിയുവാൻ കഴിയുന്ന പിള്ളേരില്ല. പക്ഷേ എന്നിട്ടും ഇവൻ എന്തുകൊണ്ട് അവരുടെ കെണിയിൽ പെട്ടു? ഇനി നിങ്ങൾ ചിന്തിച്ചോ, നിങ്ങൾക്ക് മനസ്സിലായി അതൊരു കെണിയാണ്, അതൊരു കുടുക്കാണ്, അത് ഇവളുടെ ഭാവിയെ തകർക്കും. ആ ബന്ധം തന്നെ അതേക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. സഹോദര, അതെ, നീ പെട്ടുപോയ അവസ്ഥയെക്കുറിച്ച് തന്നെയാണ്. നിൻ്റെ പ്രിയപ്പെട്ടവൻ പെട്ടുപോയ അവസ്ഥയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. പുറത്ത് നിൽക്കുന്ന നിനക്ക്, മൂന്നാമനായി പുറത്ത് നിൽക്കുന്ന നിനക്കറിയാം ഇത് വലിയൊരു ദുരന്തമാണ്. ഈ ബന്ധം അവളുടെ ജീവിതത്തെ തകർക്കും. ഈ ബന്ധം അവൻ്റെ ജീവിതത്തെയും അവൻ്റെ ഭാവിയെയും അവൻ്റെ ആത്മീയ ജീവിതത്തെയും നീ അവനിൽ കണ്ട സ്വപ്നങ്ങളെയും എല്ലാം തകർക്കും. സഹോദരി, ഈ ബന്ധം, ഈ കൂട്ടുകെട്ട്, ഈ പെട്ടുപോയിരിക്കുന്ന അവസ്ഥ നിൻ്റെ ഭർത്താവ് മുഖാന്തരം നിൻ്റെ കുടുംബത്തെ തകർക്കും, നിൻ്റെ മക്കളുടെ ജീവിതത്തെ ദുരിതത്തിലാക്കി തീർക്കും. ആമേൻ. സഹോദര, നിൻ്റെ ഭാര്യയിൽ നിന്നായിരിക്കുന്ന ഈ പോക്ക് അത് അപകടത്തിലേക്കാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പുറത്ത് നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. ഇതാരാണ് പെട്ടുപോയിരിക്കുന്നത്? നിങ്ങളെക്കാൾ ബുദ്ധിയുള്ള സഹോദരല്ലേ, അവൾക്ക് കാര്യപ്രാപ്തിയുണ്ട്. നിൻ്റെ അഭിമാനത്തോടുള്ള പറച്ചിലതാണ്. സഹോദരി, നീയും പറയുന്നത് എന്താ? എൻ്റെ ഭർത്താവിന് കാര്യങ്ങളൊക്കെ വിവേചിച്ചറിയാനുള്ള കഴിവുണ്ട്, അവനെല്ലാം അറിയാമെന്നുള്ളവനാണ്. പക്ഷേ അവൻ പെട്ടുപോയി. മക്കളെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. അപ്പോൾ ഇതെല്ലാം അറിയാവുന്നുള്ളവർ തന്നെ, ഒരു പക്ഷേ നിങ്ങളെക്കാൾ അറിവുള്ളവർ തന്നെ ഇവർ പെട്ടുപോകുന്നു, അവർ പിടിക്കപ്പെട്ടു പോകുന്നു, അഥവാ ബാധിക്കപ്പെട്ടു പോകുന്നു. എന്തുകൊണ്ട്? അവരങ്ങനെ എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞ് പറ്റിക്കാനായിട്ട് പറ്റത്തില്ല. നിങ്ങളെക്കാളുപരി ആ വാക്കുകളുടെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ചതിയൊക്കെ അവർക്ക് തിരിച്ചറിയുവാനായി കഴിയും. അവർക്ക് അവരുടെ ഭാവിയെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുണ്ട്, നിൻ്റെ മക്കൾക്ക് തന്നെ. എന്നിട്ടും അവർ ആ ബന്ധത്തിൽ പെട്ടുപോയി, എന്നിട്ടും ആ കൂട്ടുകെട്ടുകളിൽ പെട്ടുപോയി, എന്നിട്ടും ആ ശീലങ്ങളിൽ അവർ തുടരുന്നു. കാരണം അവരുടെ ബുദ്ധിയെ കെട്ടുന്നു, മീൻസ് അവരെ മയക്കിക്കളയുന്നു, അവരുടെ ബോധത്തെ മയക്കി അവരെ ബന്ധിക്കുന്നു. മനസ്സിലാവുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അவ்விധത്തിൽ അവൻ
ബോധത്തെ മയക്കി പലതിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെ ബന്ധിച്ചിരിക്കുന്ന അതേ സഹോദരി, നിൻ്റെ കണ്ണുനീരിൻ്റെ കാരണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ബന്ധിച്ചിരിക്കുക ആ വിചാരങ്ങളെ ചെയ്ത് നിൻ്റെ ഭർത്താവിനെ നിന്നെക്കുറിച്ച്, നിൻ്റെ മക്കളെക്കുറിച്ച്, നിങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടുള്ള അതുമാത്രം സ്വപ്നം കണ്ട് അതുമാത്രം വലുതെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന നിൻ്റെ ഭർത്താവ് ആ കുടുക്കിനകത്ത് പെട്ടുപോയെങ്കിൽ, ഞാൻ പറയും അത് കുടുക്കാണ്, ആ കുടുക്കിനകത്ത് പെട്ടുപോയെങ്കിൽ അവൻ അറിവില്ലാത്തത് കൊണ്ടല്ല, അവന് നിങ്ങളെക്കുറിച്ച് ചിന്തയില്ലാത്തത് കൊണ്ടല്ല, അവൻ്റെ ബുദ്ധിയെ കെട്ടി അഥവാ അവനെ മയക്കി ആ ബന്ധത്തിൽ കുടുക്കി, അവിടെ കുടുക്കി, ആ ശീലത്തിൽ, ആ ദുശീലത്തിൽ, അതേ ശുദ്ധത്തിലൂടെ, ആഭിചാരത്തിലൂടെ ഉരുവാക്കപ്പെട്ട വശീകരണത്താൽ അവർ വശീകരിക്കപ്പെട്ടു. ആ വശീകരണ മന്ത്രത്തെ അപ്പോൾ പലരും ചിന്തിക്കും, അയ്യോ എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ പ്രിയപ്പെട്ടവർ വശീകരിക്കപ്പെട്ടു, ഇതിൽ നിന്ന് മോചനമില്ലേ? മോചനമുണ്ട്. നോക്കൂ, 5-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പൗലോസ് അത് വ്യക്തമാക്കുന്നുണ്ട്. 5-ാം അധ്യായം 1-ാമത്തെ വാക്യം നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാനത് വായിക്കട്ടെ. ഗലാത്യ ലേഖനം ആണ് കേട്ടോ. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമത്തത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഇതൊരു ബുദ്ധിയുള്ള മനുഷ്യനോട് പറയുന്ന കാര്യമാണ്. മറ്റേ മയങ്ങിപ്പോയ മനുഷ്യന് അതിൽ ഉറച്ചു നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ സ്വബോധമുള്ള നമ്മൾ, എന്നെ കേൾക്കുന്ന നിങ്ങൾ സ്വബോധമുള്ളവരാണ്. ചിലർക്ക് ചില സമയത്ത് സ്വബോധമുണ്ട്, ചില സമയത്ത് സ്വബോധം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ചറിയണം, ഈ ആഭിചാരത്തിൽ നിന്ന്, ഈ വശീകരണത്തിൽ നിന്ന് നമ്മെ സ്വതന്ത്രമാക്കുവാൻ ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഈ വശീകരണത്തിൽ നിന്ന്, ഈ അടിമത്വത്തിൽ നിന്ന്, ഈ അധംപതനത്തിൽ നിന്ന്, ഈ തകർച്ചയിൽ നിന്ന്, ഈ നിത്യനാശത്തിൽ നിന്ന് നമുക്ക് രക്ഷയുണ്ട്. കർത്താവായ യേശു ക്രിസ്തു പിശാച് നമ്മെ മയക്കി വശീകരിക്കുന്ന ആ വശീകരണത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരും, നമ്മുടെ പ്രിയപ്പെട്ടവരെ പുറത്തു കൊണ്ടുവരും, നമ്മുടെ തലമുറകളെ പുറത്തു കൊണ്ടുവരും. അതേ മാതാവ്, ഇന്ന് അവർ പെട്ടുപോയിരിക്കുന്ന, നിൻ്റെ മക്കൾ പെട്ടുപോയിരിക്കുന്ന ആ ബന്ധത്തിൽ നിന്ന് യേശു അവർക്ക് സ്വാതന്ത്ര്യം നൽകും. ഓ ശമന റാധൂറിയ ഷെഖനെ, സഹോദരി, നിൻ്റെ ഭർത്താവ് പെട്ടുപോയ ആ കുടുക്കിൽ നിന്ന് എൻ്റെ യേശുവിനെ അവനെ സ്വതന്ത്രനാക്കുവാൻ, ഓ ഷബാല റാധൂറിയ ഷെഖനെ, യേശുവിൻ നാമത്തിൽ എൻ്റെ യേശുവിനെ അവനെ സ്വതന്ത്രമാക്കുവാൻ, എൻ്റെ യേശുവിന് അവളെ സ്വതന്ത്രമാക്കുവാൻ കഴിയും. സ്തോത്രം. വ്യക്തികളെ മാത്രമല്ല, നന്മകളെയും വശീകരിക്കും. അത് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ തൊഴിലിനെ വശീകരിക്കും, നിങ്ങൾ അധ്വാനിച്ച നിങ്ങളുടെ സാമ്പത്തിക നന്മകളെ വശീകരിക്കും. നിങ്ങളെ മയക്കി, നിങ്ങളെ വശീകരിച്ച് ആ നന്മകളെ കൈവശപ്പെടുത്തും. നിങ്ങളുടെ സ്വപ്നങ്ങളെപ്പോലും നിങ്ങളെ മയക്കി, ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ സ്വപ്നങ്ങളെപ്പോലും നിങ്ങളെ മയക്കി കൈവശപ്പെടുത്തും. നിങ്ങളുടെ ശുശ്രൂഷയെ കൈവശപ്പെടുത്തും, നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ കൈവശപ്പെടുത്തും, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ കൈവശപ്പെടുത്തും. സ്തോത്രം, സ്തോത്രം. തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സകലവും അവിധത്തിൽ കവരപ്പെട്ട ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. വശീകരണത്തിൻ്റെ ഭയങ്കരമായ പദ്ധതി, ഷെഖനെ, പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? യേശു സ്വാതന്ത്ര്യം നൽകും. നിൻ്റെ ബുദ്ധിയെ കെട്ടിയ കെട്ടുപൊട്ടും, നിൻ്റെ മക്കളുടെ ബുദ്ധിയെ കെട്ടിയ കെട്ടുപൊട്ടും. അവർക്ക് സുബോധമുണ്ടാകും. അവർ സ്വാതന്ത്ര്യത്തിലേക്ക്, യേശുവിൻ നാമത്തിൽ അവർ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചേരും. സ്തോത്രം. നോക്കൂ, ഒരിക്കൽ ഒരു സഹോദരി പ്രിസർ ഫാമിലിയിലേക്ക് വിളിക്കുന്ന ഒത്തിരി സംഭവങ്ങളിൽ 1-2 സംഭവങ്ങൾ പറയാം. ആ സഹോദരി പറഞ്ഞതാണ്, പാസ്റ്ററേ, ഞങ്ങൾ കല്യാണം കഴിച്ചു. തൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് പറയുകയാണ്. എൻ്റെ യേശോപ്പൻ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് എൻ്റെ ഭർത്താവിനെ കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ എൻ്റെ വീട്ടിനകത്ത് അനുഭവിച്ച, ഞാൻ എൻ്റെ വീട്ടിൽ സഫർ ചെയ്ത ഒത്തിരി കഷ്ടപ്പാടുകളുണ്ട്. അതിനെല്ലാം പരിഹാരമായിരുന്നു എൻ്റെ ഭർത്താവ്. ഞാൻ, എൻ്റെ മക്കൾ, ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ കുടുംബം. എൻ്റെ ഭർത്താവിൻ്റെ സ്വപ്നത്തിൽ മുഴുവൻ ഇത് മാത്രമേ ഉള്ളൂ. ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും അല്ല. ഞങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ ഭർത്താവ് ജീവിക്കുന്നത്, ഞങ്ങൾ അവന് വേണ്ടി. പക്ഷേ ഇന്നെൻ്റെ ഭർത്താവ് വേറൊരു ബന്ധത്തിനകത്ത് പെട്ടിരിക്കുന്നു. അപ്പോൾ ആ സഹോദരി പറയുകയാണ്, അവർക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, ശ്രദ്ധിക്കണമേ പാസ്റ്ററേ, എനിക്കറിയാം ഇങ്ങനെ ബന്ധങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ജോലി ചെയ്യുന്നിടത്ത് അടുത്തിടപഴകുമ്പോൾ ചില സ്വഭാവ സവിശേഷതകളൊക്കെ ഇഷ്ടപ്പെടുമ്പോൾ ഇങ്ങനെയുള്ള ബന്ധങ്ങളുണ്ടാകും. പക്ഷേ ഇതങ്ങനെ ഒന്നുമല്ല. ഫോൺ കോളിലൂടെ, സംസാരം കൊണ്ട് എൻ്റെ സ്നേഹത്തെക്കാൾ, ഞങ്ങൾ ഒരുമിച്ച് കണ്ട സ്വപ്നത്തെക്കാൾ എൻ്റെ ഭർത്താവിൻ്റെ മനസ്സിൽ ഒരു സ്ത്രീ സ്ഥാനം പിടിച്ചു. അവളിലേക്ക് എൻ്റെ ഭർത്താവ് വശീകരിക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങളെ മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്ന എൻ്റെ ഭർത്താവിന് ഇപ്പം ഞങ്ങളെക്കുറിച്ച്, ഞങ്ങളുടെ മക്കളെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. നോക്കൂ, അവർക്ക് അറിയേണ്ടത് ഇതെങ്ങനെ, പാസ്റ്റർ ഇതെങ്ങനെ സംഭവിച്ചു. പുള്ളിക്കാരന് നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല കാഴ്ചപ്പാടുണ്ട്, ചുമ്മാ അങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യനല്ല.
ഞാൻ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയരെ, ആ ഫോൺ കോൾ ആ സ്ത്രീ വിളിക്കുന്നതിന് മുമ്പ് ആ ഫോൺ കോളിൽ ആ ശബ്ദത്തിൽ ഇവൻ വശീകരിക്കപ്പെടുവാൻ തക്കവണ്ണം ആ വിചാരങ്ങളെ ചെയ്തിട്ടാണ് ആമേൻ ഈ സ്ത്രീ ഇവനെ വിളിക്കുന്നത്. ആമേൻ. അത് ആ സ്ത്രീ തന്നെ ഇവനോട് പറയുകയുണ്ടായി. അങ്ങനെ പറയിപ്പിക്കാൻ നമുക്ക് കഴിയും. കാരണം നമ്മിലുള്ളവൻ അവരെക്കാൾ വലിയവനാണ്. ആമേൻ. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം, മയക്കുവാൻ കഴിയുന്ന, വശീകരിക്കുവാൻ കഴിയുന്ന പിശാച് വലിയവനാണ്. അതിലും വലിയവൻ എനിക്കും നിങ്ങൾക്കും ഒപ്പമുണ്ട്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. വെറും സംസാരം കൊണ്ട് ഒപ്പമുള്ള ഭാര്യയേക്കാൾ, ഒപ്പമുള്ള സ്നേഹനിധികളെ മക്കളെക്കാൾ ഒരു സ്ത്രീയിൽ അവൻ ആകൃഷ്ടനായിത്തീർന്നു. അவ்விധത്തിൽ ചിലർ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്. ഫോൺ കോളുകളിലൂടെ, ചാറ്റിങ്ങിലൂടെ പലരിലും ആകൃഷ്ടരായിത്തീർന്ന സഹോദരി, അതിൽ നിന്ന് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ, ആ ബന്ധത്തിൽ നിന്ന് നിൻ്റെ ഭർത്താവിന് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ എനിക്ക് കഴിയത്തില്ല, പക്ഷേ യേശുവിന് കഴിയും. യേശു നൽകുന്ന സ്വാതന്ത്ര്യം. പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? പ്രാർത്ഥിക്കുന്ന നിൻ്റെ ഭർത്താവിനെ അവൻ്റെ ബുദ്ധിയെ കെട്ടിയ കെട്ടുപൊട്ടിച്ച് പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ യേശുവിന് കഴിയും. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ആ ബുദ്ധിയെ കെട്ടിയ കെട്ട് പൊട്ടുകയാണ്. ആമേൻ. സ്തോത്രം. നമ്മൾ തിരിച്ചറിയുക. ആമേൻ. സ്തോത്രം. ഇന്ന് ഈ ദിവസങ്ങളിൽ പത്രങ്ങളിലൊക്കെ നിങ്ങൾ വായിക്കുന്ന വാർത്തകൾ, ഇന്ന് ഞാൻ ഈ മെസ്സേജ് ഇടുന്നതിന് മുമ്പും രാവിലെ ആമേൻ മൊബൈലിൽ ഒരു ന്യൂസ് ചാനലിൻ്റെ ഡിബേറ്റ് കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ഡിബേറ്റ് വിനു വി ജോണാണെന്ന് തോന്നുന്നു ആ ഡിബേറ്റ് നടത്തുന്നത്. അതിനകത്ത് പറയുന്ന ചർച്ചാ വിഷയം എന്താണ്? ആമേൻ. ആമേൻ. മറ്റൊരു മതത്തിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം വിദ്യാഭ്യാസമുള്ള, കാഴ്ചപ്പാടുള്ള, ആത്മീയ ജീവിതമുള്ള ഒരു കൊച്ചിനെ അവർ വശീകരിച്ചു. എങ്ങനെ? ഒരു ഡിബേറ്റിൽ അതിനുള്ള ഉത്തരം കണ്ടെത്തുവാൻ കഴിയത്തില്ല. പക്ഷേ എന്നെയും നിങ്ങളെയും പോലെ ദൈവസന്നിധിയിൽ നിൽക്കുന്നവർക്ക് അതിനുള്ള ഉത്തരം കണ്ടെത്തുവാനായിട്ട് കഴിയും. ആമേൻ. അതുപോലുള്ള നൂറുകണക്കിന് വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നൂറുകണക്കിന് പേരെ ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ആമേൻ. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, നിങ്ങളുടെ അറിവും ബുദ്ധിയും ബോധവും കാര്യപ്രാപ്തിയുമുള്ള പിള്ളേരെ അവർ വഴിതെറ്റിച്ച് സമാധാന മതത്തിൽ ചേർക്കുന്നത് സ്വർഗത്തിലെ കൂറിയെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടല്ല. അങ്ങനെയൊന്നും വശീകരിക്കാൻ, നിങ്ങളുടെ മക്കളെ വശീകരിക്കാൻ പറ്റത്തില്ല. അതിനുള്ള സ്വബോധമൊക്കെ നിങ്ങളുടെ മക്കൾക്കുണ്ട്. തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ എന്തുകൊണ്ട് അവർ വശീകരിക്കപ്പെടുന്നു? ഓ ഷമാന റാധോറിയ ഷെഖനെ. ഇതാണ് ആമേൻ നിങ്ങൾ സ്വയം ചോദിക്കേണ്ടത്. എൻ്റെ മകൾ എങ്ങനെ വശീകരിക്കപ്പെടുന്നു? എൻ്റെ മകൾക്ക് എന്തുകൊണ്ട് എൻ്റെ വാക്ക് അവളുടെ ചെവിയിലോട്ട് എത്തുന്നില്ല? അവളെക്കുറിച്ച് മാത്രം സ്വപ്നം കാണുന്ന, അവളുടെ ഭാവി മാത്രം, അവൻ്റെ ഭാവി മാത്രം സ്വപ്നം കാണുന്ന, പ്രതീക്ഷിക്കുന്ന, നല്ലതിന് വേണ്ടി ജീവിക്കുന്ന ഞങ്ങളുടെ വാക്കുകൾ എന്തുകൊണ്ട് അവനിലേക്ക് എത്തുന്നില്ല? ഉത്തരം ലളിതമാണ്. വശീകരണം. മയക്കപ്പെട്ടിരിക്കുന്നു. ക്ഷുദ്രപ്രയോഗത്താൽ അവരുടെ ബുദ്ധി കെട്ടപ്പെട്ടിരിക്കുന്നു. ആമേൻ. അഭിഗത്തിലൊരു പെൺകൊച്ചു 17 വയസ്സേ ആയുള്ളൂ. ആമേൻ. അവൻ മെഡിസിനാണ് അവളുടെ ലക്ഷ്യം. അതിനുവേണ്ടി തീവ്രമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സമാധാന മതദൂതൻ്റെ ഒരു കുടുക്കിനകത്തുപ്പെട്ടു. ആമേൻ. നല്ല ആത്മീയ പശ്ചാത്തലമുള്ള ഭവനമാണ് കേട്ടോ. നല്ല ആത്മീയ പശ്ചാത്തലമുള്ള ഭവനം. അവർ ആ സിസ്റ്റർ പറയുന്ന രാവിലെയും വൈകുന്നേരവും അവർ കുടുംബം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഭവനമാണ്. ബൈബിൾ വായിക്കുന്ന ഭവനമാണ്. അതിലുപരിയായി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ആ സഹോദരനും ഒരുപോലെ പറഞ്ഞത്, പാസ്റ്ററെ എൻ്റെ മകൾ ആമേൻ ബൈബിൾ വായിച്ചിട്ട് അതിൽ നിന്നൊരാലോചന ഞങ്ങളോട് പറയും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇന്ന് ഇതൊരു ദൂതായി എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾക്ക് കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. വെറുതെ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ബൈബിൾ വായിക്കുന്നവർ മാത്രമാകരുത്. അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടിയുള്ള ആലോചനകൾ പറയുന്നവരായി നിങ്ങളുടെ മക്കൾ മാറണം. യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് പ്രാർത്ഥന മധ്യേ ബൈബിൾ വായിച്ചു ആലോചനകൾ പറയുന്ന മക്കൾ, ഓ ഷബല റാധൂറിയ ഷെഖനെ, യെസ് യേശുവിൻ നാമത്തിൽ. അവൻ അപ്പോൾ നോക്കൂ, അങ്ങനെ പറയുന്ന മകളാണ്. അവൻ ഈ മകൾ അവൾ പിടിക്കപ്പെട്ടു. ചില സമയത്ത് അവളുടെ ഏറ്റവും വലിയ സങ്കടം, അവൾക്കിതിൽ നിന്ന് ഒരുപാട് ദിവസമൊന്നും ആയില്ല, അവൾക്കിതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല. പക്ഷേ ആ സഹോദരൻ പറയും, ഞാൻ അവളോട് ചോദിച്ചു, മോളെ നീ കരുതുന്നുണ്ടോ? ഈ ചോദ്യം ആ മനുഷ്യൻ്റെ മാത്രമല്ല, എന്നെ കേൾക്കുന്ന ഒത്തിരി മാതാപിതാക്കളുടെ ചോദ്യമാണ്. ഇതിലും നല്ലത് നിൻ്റെ ഭാവിക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയാത്തവരാണ് ഞങ്ങളെന്ന് നീ കരുതുന്നുണ്ടോ? ചോദിച്ച് തകർന്ന ചോദ്യം കേൾക്കുക. ആ പിതാവ് ചോദിച്ച ചോദ്യമാണ്, മോളെ
നീ അങ്ങനെ വിശ്വസിക്കുന്നുള്ളോടി? ഞങ്ങൾക്ക് കഴിയത്തില്ലെന്നാണോ നീ വിചാരിക്കുന്നത്? ഇതിൽ നല്ലത് നിനക്ക് കണ്ടെത്തി തരുവാൻ അവർക്ക് പറ്റും. പക്ഷെ ആ സമയത്തൊക്കെ ആ കുഞ്ഞ് പൊട്ടിക്കരയും. ആ അപ്പനെ അമ്മയും കെട്ടിപ്പിടിച്ച് വെച്ച് കരയും. ഒരു സഹോദരൻ കൂടെയുണ്ട്. പക്ഷെ വീണ്ടും അടുത്ത നേരം വെളുക്കുമ്പോൾ ഇവളുടെ മട്ടുഭാവവും മാറും. അവൻ മതി, പഠിക്കാൻ വയ്യ, പഠനത്തെക്കുറിച്ച് നല്ല പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞാണ്, മെഡിസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുഞ്ഞാകുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി. വല്ലാത്ത അവസ്ഥ. ആ മാതാവും പിതാവും സംസാരിച്ചു. ഒരുമാതിരിപ്പെട്ട ഇങ്ങനെയുള്ള പിള്ളേർ സംസാരിക്കാൻ തയ്യാറാകത്തില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ആ വീട്ടിനകത്ത് നിറഞ്ഞു നിന്ന ആ ദൈവസാന്നിധ്യം, ദൈവസ്നേഹം ആ കുഞ്ഞ് എന്നോട് സംസാരിക്കുവാൻ തയ്യാറായി. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞ കാര്യം ഇതാണ്: അങ്ങളെ, എനിക്കറിയത്തില്ല അങ്ങളെ എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന്. എനിക്കറിയാം അങ്ങളെ, ഇത് എന്താ പറയുക, ഇതൊരു കുഴപ്പം പിടിച്ച ബന്ധമാണ്. ഇതെൻ്റെ മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, എൻ്റെ ഭാവി ഇത് ബാധിക്കും, ഇത് ശരിയല്ല, എല്ലാം അറിയാം. പക്ഷേ ഞാൻ അറിയാതെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക അങ്ങളെ. ഇവിടെ നിന്നിട്ട് പറഞ്ഞിട്ട് കരയുക. ഞാൻ പുറത്തു വരാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങളെ, പക്ഷെ പറ്റുന്നില്ല, വീണ്ടും ഞാൻ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഒരുപാട് ആ പെൺകൊച്ചുമായിട്ട് സംസാരിച്ച് വന്നു. അപ്പോൾ ആ കൊച്ചു പറഞ്ഞതാണ്: അങ്ങളെ, ഞാൻ പഠിക്കാനിരിക്കുന്ന സമയത്ത്, അതുവരെ പഠിക്കാൻ പോകുന്നപ്പോൾ ഞാൻ എൻ്റെ പപ്പയോടും അമ്മയോടും ആ വീട്ടിനകത്ത് ഭയങ്കരമായിട്ടുള്ളൊരു ഇതായി കേട്ടോ, അത്ര പ്രശ്നമായി. അപ്പനും അമ്മയും ജോലിക്കൊന്നും പോകാതെ ഈ കുഞ്ഞിനോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം എത്തിച്ചേർന്നു. അവരുടെ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോകുന്നത് ആർക്കും അതൊക്കെ അംഗീകരിക്കാൻ പറ്റിയല്ലേ? ആ ഒരു അവസ്ഥ ഞാനീ പറയുന്നതിലും വലിയ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് ആ ഭവനത്തിൻ്റെ അന്തരീക്ഷം മാറും. അപ്പോൾ അവൾ തീരുമാനമെടുക്കും, പഠിക്കാനായിട്ട് പോയിരിക്കും. അങ്ങനെ അതുവരെ ഞാൻ ഓക്കെയാണ്. പക്ഷെ പഠിക്കാനായിട്ട് ഞാൻ എൻ്റെ സ്റ്റഡി റൂമിനകത്ത് കയറി ബാഗ് തുറന്ന് എൻ്റെ പുസ്തകം എടുക്കണതും എൻ്റെ മൈൻഡ് എന്നെ വിട്ടങ്ങ് പോകും. സ്തോത്രം. പിന്നെ ഞാൻ നോക്കുന്നത് പുസ്തകത്തിലേക്കായിരിക്കും. അപ്പോൾ അപ്പനും അമ്മയും പറയുന്നുണ്ട് അവൾ ഇരുന്ന് പഠിക്കും. പക്ഷേ അങ്ങനെ ഞാൻ പഠിക്കുകയല്ല, ഞാൻ ഈ പുസ്തകത്തിൽ കാണുന്നതൊന്നുമല്ല കാണുന്നത്. പിന്നെ ഇവൻ്റെ വാക്കുകൾ എൻ്റെ ഉള്ളിലേക്ക് വരുന്നു. ഇവനെ തന്നെ എപ്പോഴും, ഈ ചെറുക്കനെ തന്നെ എപ്പോഴും എന്നെ കാണിക്കുന്നു. ഞാൻ ആ ഒരു ഇതിലോട്ട് അങ്ങ് പോവുകയാണ്. പെട്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടു. വശീകരണം. ആമേൻ. ഞാൻ ഒത്തിരി ദൂരെയാണ് കേട്ടോ, നമുക്ക് നേരിട്ട് പോകാൻ പറ്റാത്ത അത്ര ദൂരെ. അവർ വിളിച്ചു, എന്ത് സപ്പോർട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞ്, എന്ത് യാത്രാ സൗകര്യം ഒരുക്കി തരാമെന്ന് പറഞ്ഞ് നമ്മുടെ സാഹചര്യം അനുസരിച്ച് പോകാൻ പറ്റുന്നത്. ഞാൻ പറയാം, അതിൻ്റെ ആവശ്യമില്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിടെ ഉണ്ടല്ലോ. ആമേൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രദറെ, ഇവളുടെ മനസ്സ് മാറ്റുന്ന കാര്യം അവളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അത് അവൾക്ക് കിട്ടിയ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ആയിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, വലിയ വിലയില്ലാത്ത, മീൻസ് ഒരു പ്രത്യേകമായിട്ട് എപ്പോഴും ഓർത്ത് വച്ചിരിക്കാത്ത എന്തോ ഒന്ന് അവളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവളോട് അവളുടെ പാപ്പ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല, അങ്ങനെ വലിയ വിലപിടിപ്പുള്ള ഗിഫ്റ്റൊന്നും തന്നിട്ടില്ല, മുട്ടായിയൊക്കെ തന്നിട്ടുള്ളൂ, കൈവശം, ആമേൻ, അതൊക്കെ കൊടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് വേറെ ഒന്നും അങ്ങനെയൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ ഇവക്കത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രദറെ, ആ ബാഗൊക്കെ ഒന്ന് പരിശോധിക്കും. പുള്ളിക്കാരിയും കൂടെ ബാഗൊക്കെ പരിശോധിച്ചു. അസാധാരണമായിട്ടൊന്നുമില്ല. കുറേ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഒരു പേന, വില കുറഞ്ഞൊരു പേന, ഈ കുഞ്ഞെഴുതുന്ന പേനയിൽ നിന്നും വില കുറഞ്ഞൊരു പേന. അത് ഇവളുടെ എഴുത്തിന് പറ്റിയ പേനയല്ല. മീൻസ് ഓരോരുത്തർ ഒരു പേന ഒരു ശീലമാണല്ലോ, ഇവളത് ഉപയോഗിക്കത്തില്ല. അങ്ങനെ ഒരു പേന ഇതിനകത്ത് കിടക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചു, ഈ പേന നീ ഉപയോഗിക്കുന്നതല്ല, പിന്നെ എന്തിനാ ഇതിങ്ങനെ ബാഗിനകത്ത് ഇട്ടേക്കുന്നത്? അപ്പോഴെ പെട്ടെന്ന് നമ്മൾ പറഞ്ഞാൽ, അയ്യോ, ഇത് ആ ചെക്കൻ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. ഓ, തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഇതുപോലെയാ, ആമേൻ, ചിലത് ഉണ്ട്. ആമേൻ. ഷബാല റാഥുറി ഷെഖനെ, അവരുടെ ബുദ്ധിയെ കിട്ടുന്ന ചിലതുണ്ട്. അത് ആസ് യൂഷ്വൽ സാധാരണമായിട്ടുള്ള ഒരു തിങ്സ് ആയിട്ടായിരിക്കാം. നേർച്ചകൾ നേർന്നും പൂജിച്ചും ആഭിചാരം ചെയ്തും അവരുടെ കയ്യിൽ കൊടുത്ത് അവരെ വശീകരിക്കുന്ന, നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കത്തില്ല. വിലപിടിപ്പുള്ളതാണെങ്കിലേ ശ്രദ്ധിക്കത്തുള്ളൂ. സാധാരണ ഒരു കാര്യമാണെങ്കിൽ ശ്രദ്ധിക്കത്തില്ല. അതുപോലെ ആഹാരങ്ങൾ, കൈവശത്തിൻ്റെ ഇതൊക്കെ. അപ്പോൾ കിട്ടേണ്ടത് കിട്ടി, പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിപ്പോൾ ഫ്രീ ആയി സന്തോഷമായിരിക്കുന്നു. ആ മയക്കം വിട്ട് മാറി. ആമേൻ. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, സ്തോത്രം, നിങ്ങൾ എക്സൈറ്റഡ് ആണോ? ഞാൻ എക്സൈറ്റഡ് ആണ്. ആമേൻ. ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന സാക്ഷ്യങ്ങൾ ഇന്ന് വലിയ ബൾക്കായിട്ട് സാക്ഷ്യങ്ങളുടെ ദിവസമായി മാറുവാൻ പോവുകയാണ്. പലതിലും നിങ്ങളുടെ തലമുറകളെ ബന്ധിച്ച, പലരിലും നിങ്ങളുടെ തലമുറകളെ ബന്ധിച്ച ആ ബന്ധനത്തെ യേശു ഇന്ന് അഴിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ
ഞാൻ ഒരു സാക്ഷ്യം കൂടെ പറഞ്ഞിട്ട് മുൻപോട്ട് പോട്ടെ. ഈ അയൽപക്കക്കാർ തമ്മിലുള്ള വഴക്കിൻ്റെ പേരിൽ ആ വൈരാഗ്യം മനസ്സിൽ വെച്ചിരുന്നിട്ട് മകനെ മദ്യത്തിന് അടിമയാക്കി തീർത്ത അയൽക്കാർ വരെ ഉണ്ട്. മദ്യത്തിൽ കൊടുത്തത് അത് ഛർദ്ദിച്ചു പോയി, അവൻ പുറത്തു വന്നു. ഇങ്ങനെ പല നിലകളിൽ വശീകരിക്കപ്പെടാം. അപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളണം, കഴിവില്ലാത്തതുകൊണ്ടോ അറിവില്ലാത്തതുകൊണ്ടോ ബോധമില്ലാത്തതുകൊണ്ടല്ല, മയക്കുന്നത് കൊണ്ടാണ് വശീകരിക്കപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എങ്ങനെ വിടുവിക്കപ്പെടാം? അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ക്രിസ്തുവിൽ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ പെങ്കൊച്ചിന് പറഞ്ഞു കൊടുത്തത് അതാണ്, മോളെ നീ പ്രാർത്ഥിക്കണം, യേശോപ്പാ എനിക്ക് ആ സ്വാതന്ത്ര്യം തരണം, എനിക്ക് സ്വാതന്ത്ര്യത്തിൽ നിൽക്കണം. ആരുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ളവളല്ല ഞാൻ, ആർക്കെങ്കിലും വേണ്ടി ജീവിക്കാനുള്ളവളല്ല ഞാൻ, എനിക്ക് ആ സ്വാതന്ത്ര്യം വേണം. ആമേൻ, സ്തോത്രം. അപ്പോൾ ആ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടാകുവാൻ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുണ്ടാകുവാൻ. എന്നെ കേൾക്കുന്ന പലരും ചില സമയത്തൊക്കെ പെട്ടു പോകുന്നുള്ളൂ, അല്ലാത്ത സമയത്തൊക്കെ ബുദ്ധിയുണ്ട്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കും. അപ്പോൾ പ്രാർത്ഥിക്കണം. ആമേൻ. മക്കളെ പ്രാർത്ഥിക്കണം. ആ ഡ്രിങ്ക്സ് എടുക്കേണ്ട സമയത്ത്, പപ്പ് എടുക്കേണ്ട സമയത്ത്, ആവശ്യമില്ലാത്തൊക്കെ കുത്തിക്കയറ്റുന്ന സമയത്ത് ഷബല റാഥൂറിയ ഷെഖനെ പ്രാർത്ഥിക്കണമായിരുന്നു. എന്ത് പ്രാർത്ഥിക്കണം? യേശുവേ എനിക്ക് സ്വാതന്ത്ര്യത്തിൽ നിൽക്കണം, അങ്ങ് തന്ന സ്വാതന്ത്ര്യം. ഷബ റാഥേരെ, യെസ്, യേശുവിൻ നാമത്തിൽ എൻ്റെ മക്കൾ യേശുവേ അങ്ങ് നൽകിയ സ്വാതന്ത്ര്യത്തിൽ നിൽക്കണം. എൻ്റെ കുടുംബം അങ്ങ് നൽകിയ സ്വാതന്ത്ര്യത്തിൽ നിൽക്കണം. എൻ്റെ പ്രിയപ്പെട്ടവർ ആ സ്വാതന്ത്ര്യം നൽകി, എൻ്റെ നന്മകൾ പോലും സ്വാതന്ത്ര്യത്തിൽ നിൽക്കണം. പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? അപ്പോൾ നമ്മളിപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുക. പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ, എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചു, ആരും മൗനമായിരിക്കരുത്. യേശുവേ, ഒപ്പമായിരിക്കുന്ന ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പോൾ ഇവരുടെ പ്രിയപ്പെട്ടവർ, ഇവരുടെ നന്മകൾ പലതും പലരിലും വശീകരിക്കപ്പെട്ട് അത് എത്തപ്പെടുവാൻ പാടില്ലാത്ത സ്ഥാനത്ത് എത്തപ്പെട്ട് നിരാശയും വേദനയും അനുഭവിക്കുവാൻ ഇട നൽകിയായിരിക്കുന്നു. സ്വർഗമങ്ങ് പ്രവർത്തിക്കണമേ. ആ വശീകരണത്തിൻ്റെ മണ്ഡലങ്ങൾ തകർക്കപ്പെട. റാബാന ഷേഖനെ ഊറിയാധാര ബാ ഷാമാന റാഥൂറിയ ഷേഖനെ. യെസ്, യേശുവിൻ നാമത്തിൽ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം വെളിപ്പെടട്ടെ. ആ വശീകരണ മണ്ഡലം അഴിയട്ടെ. ആ മയക്കം മാറട്ടെ. ബുദ്ധിമണ്ഡലങ്ങൾ തുറക്കപ്പെടട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ ഭർത്താക്കന്മാരെ മയക്കിയ, ഭാര്യമാരെ മയക്കിയ, മക്കളെ മയക്കിയ റാബാല ഷേഖൻ പല ബന്ധങ്ങളിലും അവരെ കുടുക്കിയ, ചെയ്യുവാൻ പാടില്ലാത്തത് അവരെ ചെയ്യിപ്പിച്ച ആ പൈശാചിക മണ്ഡലം, ആ ക്ഷുദ്രത്താൽ ആഭിചാരത്താൽ ഉരുവാക്കപ്പെട്ട കെണികൾ യേശുവിൻ നാമത്തിൽ വിട്ടുപോ. റാബാ ഷെഖനെ റാദൂറിയ ഷബല റാദൂറിയ. യെസ്, അഴിയട്ടെ. പ്രാർത്ഥിച്ചോട്ടെ. നന്മകളുടെ മേലുള്ള അവകാശവാദം, ഇവരുടെ അധ്വാന ഫലത്തെ കവർന്നെടുക്കുവാൻ റാബാല ഷെഖൻ ആഭിചാരങ്ങളെ ചെയ്തു ക്ഷുദ്രപ്രയോഗങ്ങളിലൂടെ, കൈവശങ്ങളിലൂടെ ഇവരുടെ മനസ്സിനെ വശീകരിച്ച മണ്ഡലങ്ങൾ അഴിഞ്ഞു മാറ. റാമാന ഷെഖനെ പഠനത്തെ തകർത്ത് കളയുവാൻ തക്കവണ്ണം, നല്ല സ്വഭാവത്തെ തകർത്ത് കളയുവാൻ, വൈരാഗ്യത്തിൻ്റെ പേരിൽ മദ്യത്തിന്, മയക്കുമരുന്നിൽ തലമുറകളെ, കുടുംബങ്ങളെ അടിമകളാക്കുന്ന സകല പൈശാചിക വ്യാപാരങ്ങൾ യേശുവിൻ നാമത്തിൽ റാബാ ഷെഖനെ. ആമേൻ, സ്തോത്രം. രോഗത്തിൽ അടിമയാക്കുന്ന മണ്ഡലങ്ങൾ യേശുവിൻ നാമത്തിൽ. അപ്പോൾ ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അഴിഞ്ഞു മാറട്ടെ. ചില രോഗങ്ങൾക്ക് അടിമയാക്കി തീർക്കുന്ന ഔറാമന ഷേഥേനെ റാബാല ഷോധീനെ റേഖേനെ. യേശുവിൻ നാമത്തിൽ അത് അഴിയട്ടെ. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ. എല്ലാ കെട്ടുകളും പൊട്ടട്ടെ. യേശുവേ, ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയകരം ചലിക്കട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവഹിതമില്ലാത്ത ബന്ധങ്ങൾ, ദൈവഹിതമില്ലാത്ത കൂട്ടുകെട്ടുകൾ, ദൈവഹിതമില്ലാത്ത ശീലങ്ങൾ എല്ലാം മാറിപ്പോകട്ടെ. ഭവനങ്ങൾക്കകത്തുള്ള സന്തോഷങ്ങളെ വശീകരിക്കുവാൻ നുഴഞ്ഞു കയറുന്ന എല്ലാ ഇടപാടുകളും മാറിപ്പോകട്ടെ. കൈവശ മണ്ഡലങ്ങൾ മാറിപ്പോകട്ടെ. ആഭിചാരങ്ങൾ, ക്ഷുദ്രപ്രയോഗങ്ങൾ വ്യക്തികളിൽ നിന്ന്, കുടുംബത്തിനകത്തു നിന്ന് മാറിപ്പോകട്ടെ. തൊഴിൽ മേഖലയ്ക്ക് വിരോധമായി റാബാല ഷെഖേനെ നന്മകൾക്ക് വിരോധമായി പുറത്തു വരാതെ വണ്ണം ബന്ധിച്ചൊതുക്കുന്ന മണ്ഡലങ്ങൾ അഴിയട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. ബുദ്ധിയെ കെട്ടി പരാജയപ്പെടുത്തുന്ന മണ്ഡലങ്ങൾ അഴിയട്ടെ. ഈ ധാര മത്സര പരീക്ഷകൾ ജയിക്കട്ടെ. റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. കുടുംബജീവിതത്തെ പോലും തകർത്ത വെല്ലുവിളികൾ അഴിയട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ, ഐക്യതയിൽ ചേർന്ന് വരട്ടെ. കലക്കങ്ങൾ മാറട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ബാധ്യതയിൽപ്പെടുത്തിയ പൈശാചിക വ്യാപാരം അഴിയട്ടെ. യേശുവിൻ നാമത്തിൽ ഇവരുടെ തകർച്ചകൾക്കും കണ്ണുനീരിന് കാരണമായിരിക്കുന്ന എല്ലാ ആഭിചാരത്തിൻ്റെ കെട്ടുകളും പൊട്ടട്ടെ. റാബാല ഷെഖൻ അടയാളത്തോടുകൂടി യേശുവിൻ നാമത്തിൽ. അപ്പോൾ ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. കൈവശമണ്ഡലങ്ങൾ പുറത്തു പോകട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കും. ആ കൈവശമണ്ഡലം പുറത്തു പോകുക. ഷാമാന റാദൂറിയ ഷെഖനെ. നിന്റെ തലമുറയുടെ ഉദരത്തിൽ കരം വെച്ച് പ്രാർത്ഥിക്കുക. റാബാല ഷെഖനെ. നിന്റെ ഉദരത്തിൽ കരം വെച്ച് പ്രാർത്ഥിക്കുക. ഓഷിയമന റാധൂറിയ ഷെഖനെ റദരെ ഷന്താർഗന ദീപൽ പൗഡ ഷന്താർഗന. യേശുവിൻ നാമത്തിൽ ചില വസ്തുക്കൾ ആഭിചാരത്താൽ ആഭിചാരത്തിൻ്റെ ശക്തി ഭവനത്തിനകത്ത് വെളിപ്പെടുവാനിടയായ ചില വസ്തുക്കളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണിച്ചു തരിക. റാബാല യേശുവേ, ഇവരുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കട്ടെ. യെസ്, എല്ലാ പൈശാചിക സ്വാധീനങ്ങൾ വിട്ടുമാറട്ടെ. കുടുംബം സ്വതന്ത്രമാകട്ടെ. ആത്മീയ ജീവിതത്തെ കെട്ടിയ കെട്ടുപൊട്ടട്ടെ. പ്രാർത്ഥനാ ജീവിതത്തെ പോലും തകർത്ത് കളയുവാൻ തക്കവണ്ണം കെട്ടി എല്ലാ കെട്ടും പൊട്ടട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ. സ്വർഗ്ഗമതങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. അപ്പോൾ പ്രാർത്ഥനയോടെ ഞങ്ങളൊപ്പം കൊണ്ട് കൂടുതൽ പ്രാർത്ഥന സപ്പോർട്ടിനായി
നിങ്ങളിത് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പുറത്തു വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. പ്രത്യേകിച്ച് പ്രാർത്ഥനയോട് ഉപവാസത്തോടെ നമുക്കിതിനെ ജയിക്കുവാനായിട്ട് കഴിയും കേട്ടോ. ഈ വിധത്തിലുള്ള നിങ്ങളുടെ ഒരു വിഷയത്തിന് വേണ്ടി മാത്രമായിട്ട് പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ കോൺടാക്ട് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വെള്ളിയും ഞായറും സഭയുടെ മീറ്റിങ്ങുകൾ ലൈവിൽ തന്നെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ പ്രാർത്ഥനയും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ലൈവിൽ ജോയിൻ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ. ഞങ്ങൾ ലൈവായിട്ട് തന്നെ പ്രാർത്ഥിക്കും. സഭയിൽ കടന്നു വരാനോ, ഇതാണ് സഭ. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിളയിൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെൻറ്ററിലേക്ക് സ്വാഗതം. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സമാരാധനയുണ്ട്. വൈകുന്നേരം 3 മണി മുതൽ നെയ്യാറ്റിങ്കര, ഇവിടെയല്ല, നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് MS പ്ലാസയുടെ താഴെ 2ാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ചേർന്നിരിക്കുക. മെസ്സേജുകളും പ്രാർത്ഥനകളും ഇടപെടാതെ നമ്മെ ഒരുമിച്ചായിരിക്കുവാനും പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാനും നമ്മെ ശക്തിപ്പെടുത്തും. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ദിവസങ്ങൾ നമ്മൾ ആ വാർ ഫീൽഡിലാണ്. നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്തുക. പ്രിയപ്പെട്ടവരോട് പറയുക, ചുമ്മാ അതൊന്നും അല്ലടി ഇത് സംഭവിച്ചത്, അവർക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ല, ആ കൊച്ചിന് ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ല, എൻ്റെ ഭർത്താവിന് ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ല, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ആമേൻ, സ്തോത്രം. ആ വശീകരണത്തിൽ നമുക്കവരെ പുറത്തു കൊണ്ടുവരാം. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രൈസർ ഫാമിലി പ്രാർത്ഥനയുടെ എപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട്. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നാളെ പകൽ ദൈവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമല്ല, ഇത് പ്രഭാതം തന്നെയാണ്. പ്രഭാതം തന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.